ഒരാഗോള ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ ഉയർച്ചയും ഇന്തോ പസഫിക്കിൽ സജീവമായ പങ്ക് വഹിക്കണമെന്ന പങ്കാളികളിൽ നിന്നുള്ള വർദ്ധിച്ചുവരുന്ന പ്രതീക്ഷകളും കാരണം ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചെങ്കടൽ സംഘർഷങ്ങളിൽ ഇന്ത്യ ഒരു പരീക്ഷണം നടത്തുന്നതിനായി ഇറങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. തങ്ങൾക്ക് ഭീഷണികൾ ഉയരാത്ത മേഖലകളിലും പ്രശ്നങ്ങളിലും ഇന്ത്യ സ്വയം ഇടപെടണമോ എന്ന ആദ്യത്തെ ചോദ്യത്തോടൊപ്പം ഇന്ത്യ അതിന്റെ പരമ്പരാഗതമായ ചേരിചേരാ പ്രതിച്ഛായയെ മറികടന്ന് അധികാര രാഷ്ട്രീയം കളിക്കണമോ എന്ന ചോദ്യവും ഉയർന്നുവരുന്നു. ടൈറ്റായ സൈനിക ബജറ്റുകൾ, പ്രതിരോധ കമാൻഡ് ഘടനയിലെ വ്യക്തതയില്ലായ്മ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് ഇത്രയും സജീവമായ പങ്ക് വഹിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നു. ഈ രണ്ട് ചോദ്യങ്ങളെയും അടിസ്ഥാനമാക്കി ഈ മേഖലയിലെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ഇന്ത്യ ആകണമെന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തീരുമാനം ഇന്ത്യക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ എന്ന ഈ ആശയം ഇന്ത്യൻ നാവികസേനയുടെ ചുമതലയെ അനാവശ്യമായി സങ്കീർണമാക്കുന്നുവെന്നും പ്രതിസന്ധികളിൽ ഇഷ്ടപ്പെട്ട പങ്കാളി അല്ലെങ്കിൽ ആദ്യ പ്രതികരണം എന്ന നിലയിൽ ഇന്ത്യ എത്തുന്നതിൽ സന്തോഷമുണ്ട് എന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വാണിജ്യത്തിന്റെ 12%, ലോകത്തെ കണ്ടെയ്നർ ഷിപ്പിംഗിന്റെ 30%, ഷിപ്പിംഗ് മേഖലയായ ചെങ്കടലിലെത്തുന്ന വാണിജ്യ കപ്പലുകളെ ഇറാനിൽ നിന്നുള്ള മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് യമനിലെ ഹൂതി വിമതർ ആക്രമിച്ചത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഗാബോൺ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറായ MV സായിബാബ പോലെയുള്ള ആക്രമണത്തിനിരയായ കപ്പലുകളിൽ ചിലതിൽ ഇന്ത്യൻ ജീവനക്കാരുമുണ്ടായിരുന്നു. ഡിസംബർ 23-ന് ഇന്ത്യയുടെ പോർബന്ദർ തീരത്ത് നിന്നും 200 മൈൽ അകലെ അറബിക്കടലിൽ വെച്ച് MV ചെംപ്ലൂട്ടോ എന്ന ലൈബീരിയൻ പതാകയുള്ള കെമിക്കൽ ടാങ്കർ ഡ്രോണുകളാൽ ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ കപ്പലിലും 20ഓളം ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ പരിതാപകരമായ സാഹചര്യം കണക്കിലെടുത്ത് US സെൻട്രൽ കമാൻഡ് സജീവമാകുകയും അമേരിക്കൻ പങ്കാളിത്തമുള്ള ഒരു സഖ്യമായ കമ്പൈൻഡ് മാരിടൈം ഫോഴ്സിന്റെ കുടക്കീഴിൽ ഒരു സുപ്രധാന സുരക്ഷാ സംരംഭമായ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻസ് സ്ഥാപിക്കുകയും ചെയ്തു. മേഖലയിലെ സ്വതന്ത്രവും തുറന്നതുമായ ജലപാതകൾക്ക് സുരക്ഷ നൽകാനും പ്രകൃതി ദുരന്തങ്ങളിൽ ഇടപെടാനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനുമാണ് കമ്പൈൻഡ് മാരിടൈം ഫോഴ്സ് വഴി അമേരിക്ക ഉദ്ദേശിക്കുന്നത്. ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് എന്നിവ പോലെ ഇന്ത്യയും ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻസിൽ അമേരിക്കയ്ക്കൊപ്പം ചേർന്നിട്ടില്ല എങ്കിലും ഇന്ത്യൻ നാവികസേന മധ്യ വടക്കൻ അറബിക്കടലിൽ സമുദ്ര നിരീക്ഷണ ശ്രമങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഏത് അടിയന്തര സാഹചര്യത്തിലും പ്രതികരിക്കാനായി നാവികസേനയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2023 ഡിസംബർ 31 ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പിൽ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും അടങ്ങുന്ന ടാസ്ക് ഗ്രൂപ്പുകളെ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും എന്തെങ്കിലും അപകടമുണ്ടായാൽ വ്യാപാര കപ്പലുകൾക്ക് സഹായം നൽകുന്നതിനുമായി വിന്യസിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തി. അതോടൊപ്പം ദീർഘദൂര സമുദ്ര പെട്രോളിംഗ് എയർക്രാഫ്റ്റുകളുടെയും റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റുകളുടെയും വ്യോമ നിരീക്ഷണം പൂർണ്ണമായ സമുദ്രമേഖലയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന്റെ ഫലപ്രദമായ നിരീക്ഷണത്തിനായി ഇന്ത്യൻ നാവികസേന കോസ്റ്റ് ഗാർഡുമായി മികച്ച ഏകോപനത്തിൽ പ്രവർത്തിച്ചു പോരുന്നു. അതോടൊപ്പം ഗുരുഗ്രാമിൽ സ്ഥിതി ചെയ്യുന്ന നേവിയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഫോർ ഇന്ത്യൻ ഓഷ്യൻ ഈ മേഖലയെ സജീവമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ മേഖലയിലെ മർച്ചന്റ് ഷിപ്പിംഗിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന പ്രതിജ്ഞാബദ്ധമാണ് എന്നും പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ആകസ്മികമായി പ്രോജക്ട് 15B സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ INS ഇംഫാൽ ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറബിക്കടലിൽ MV ഷെംപ്ലൂട്ടോയ്ക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണത്തെയും MV സായിബാബയ്ക്ക് നേരെയുള്ള ആക്രമണത്തെയും പരാമർശിച്ചിരുന്നു. ഇന്ത്യയുടെ വളരുന്ന സാമ്പത്തികവും തന്ത്രപരവുമായ ശക്തി ചില ശക്തികളിൽ അസൂയയും വിദ്വേഷവും നിറച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഈ ആക്രമണങ്ങളുടെ കുറ്റവാളികളെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും കർശനമായ നടപടിയെടുക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു. ഇന്ത്യ നിലവിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ എന്ന റോളാണ് വഹിക്കുന്നത് എന്നതിനാൽ ഈ മേഖലയിലെ സമുദ്ര വ്യാപാരം കൂടുതൽ ഉയരങ്ങളിലെത്തുന്നുവെന്ന് ഞങ്ങൾ ഉറപ്പാക്കുമെന്നും ഇതിനായി നമ്മുടെ സൗഹൃദ രാജ്യങ്ങൾക്കൊപ്പം കടൽപാതകൾ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നും അതിനായി ഞങ്ങളുടെ നാവികസേനയുടെ കഴിവിലും ശക്തിയിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. വാസ്തവത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആണെന്ന ആശയം മോദി സർക്കാരിന് പോലും മുൻപുള്ളതാണ്. അതായത് 2009 ഷാങ്ക്രീല ഡയലോഗിൽ സംസാരിക്കുമ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി റോബർട്ട് ഗേറ്റ്സ് ഞങ്ങൾ ഇന്ത്യ ഒരു മികച്ച പങ്കാളിയായും ഇന്ത്യൻ മഹാസമുദ്രവും അതിനപ്പുറവുമുള്ള മേഖലകളിലെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറുമാക്കാൻ ശ്രമിക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു.
അതിനുശേഷം 2011 ജൂണിൽ ജെയിംസ് ഡിഫൻസ് വീക്കിലിയിൽ നൽകിയ അഭിമുഖത്തിൽ അന്നത്തെ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ നിർമ്മൽ വർമ്മ ഇന്ത്യൻ നാവികസേന വിശ്വസനീയവും പ്രവർത്തനക്ഷമതയുള്ളതുമായ ഒരു സേനയായി വികസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ നാവികസേനയെ പ്രാദേശിക നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി കണക്കാക്കപ്പെടുന്നുവെന്ന് സൂചിപ്പിച്ചിരുന്നു. മുൻ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ 2015 ഒക്ടോബറിൽ പുറത്തിറക്കിയ സുരക്ഷിത സമുദ്രങ്ങളുടെ ഉറപ്പാക്കൽ വഴിയുള്ള ഇന്ത്യൻ സമുദ്ര സുരക്ഷാ തന്ത്രം എന്ന തലക്കെട്ടിലെ ഇന്ത്യയുടെ പുതുക്കിയ സമുദ്ര സൈനിക തന്ത്രത്തിൽ ഈ ആശയം കൂടുതൽ വ്യക്തമാക്കുന്നതായി കണക്കാക്കപ്പെട്ടിരുന്നു. മുൻപത്തെ ഉപയോഗിക്കൽ എന്ന നയത്തിൽ നിന്നും ഉറപ്പാക്കൽ എന്ന നയത്തിലേക്ക് വന്നപ്പോൾ ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഉറപ്പാക്കുക എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കടൽ മേഖലയ്ക്ക് സുരക്ഷ നൽകേണ്ടതുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളം പ്രധാനമന്ത്രി മോദി വിപുലമായി സന്ദർശിച്ചത് വഴി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെട്ടിരുന്നു. ഇതോടൊപ്പം ക്വാഡ് പോലെയുള്ള തന്ത്രപരമായ ഫോറങ്ങളും ഫ്രാൻസ് പോലെയുള്ള മറ്റ് റെസിഡന്റ് ശക്തികളുമായുള്ള ബന്ധങ്ങളും ശക്തമായ നേട്ടം കൈവരിച്ചിരുന്നു. പസഫിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലെ ചൈനയുടെ ആധിപത്യവും ആക്രമണപരമായ വ്യാപനത്തിന്റെ വികാസവും കണക്കിലെടുത്ത് ചൈനയുടെ വമ്പൻ നാവികസേനയ്ക്കെതിരെയും ഇന്ത്യ ശക്തമായ പ്രതിരോധം കാഴ്ചവെക്കുന്നു. ഇസ്രായേലിനോടുള്ള വിരോധം കാരണം വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂതി തീവ്രവാദികളെ പിടിച്ചുകെട്ടുക എന്നത് ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു ഓപ്പറേഷൻ മാത്രമാണ്. എന്നാൽ നമുക്ക് ഭീഷണികൾ ഉണ്ടാകാത്ത ഒരു മേഖലയിൽ കൈകടത്താൻ മടിക്കുന്ന ഇന്ത്യയുടെ ഇതുവരെയുള്ള രീതിയിൽ ഇന്ത്യ മാറ്റം വരുത്തുമോ എന്നാണ് നിലവിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ലോക വാണിജ്യ മേഖലയ്ക്ക് തുരങ്കം വയ്ക്കുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കേണ്ടത് അമേരിക്കയെ പോലെ തന്നെ ഇന്ത്യയുടെയും ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഇത്തരമൊരു നീക്കം ഇന്ത്യ നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ ഉയർന്നുവരുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴിക്ക് ഇതുപോലെയുള്ള ഭീഷണികൾ ഉയർന്നുവരാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദി രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന തീവ്രവാദികൾക്ക് ഉറപ്പായും ഇന്ത്യ പങ്കുകൊള്ളുന്ന ഏതൊരു പദ്ധതിക്കും ഭീഷണി ഉയർത്താൻ കഴിയും. അതിനാൽ ഇന്ത്യ നിലവിൽ ചെങ്കടലിലേക്ക് സൈനിക ദൗത്യവുമായി എത്തിയേക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.